വീടിൻ്റെ തൊട്ട് പുറകിലൊരു പുഞ്ചയുണ്ട്. അവിടുത്തെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ രാവിലെ ദിവാസ്വപ്നം കണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ദാഹിച്ചത്. അങ്ങനെ ദാഹിച്ചപ്പോൾ എന്തപ്പോൾ ഇവിടെ ജ്യൂസാക്കാനുള്ളതെന്ന് ആലോചിച്ച് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ദേ ഇരിക്കുന്ന ഇത്തിരിപ്പോളം പോലുന്നൊരു തണ്ണിമത്തങ്ങ. എന്നാൽ പിന്നെ ഇവനെ അങ്ങോട്ട് ജ്യൂസാക്കി കളയാം. ഓ ജ്യൂസോ? ജ്യൂസിലിപ്പോൾ എന്താ ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളത്? എന്നാൽ ജ്യൂസ് വേണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? ഒരു സാധനം ഉണ്ട്, വാട്ടർമെലൺ മിൽക്ക് സർബത്ത്. അപ്പോൾ നമുക്ക് ഈ സർബത്ത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. തണ്ണിമത്തങ്ങ അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇതിനെ അറഞ്ചും പറിഞ്ചും വെട്ടിയിട്ട് 2 പീസാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു സ്പൂൺ എടുക്കുക, അതിലുള്ള തണ്ണിമത്തങ്ങയെല്ലാം ചുരണ്ടി ഒരു ടെക്നിക്കൽ സ്കില്ല് ഉപയോഗിച്ചിട്ട് എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അയ്യോ എൻ്റെ ദൈവമേ, ചുരണ്ടി എൻ്റെ കൈ വേദനിച്ചു. കൈ വേദനിച്ചാലും കുഴപ്പമില്ല, പൈസ കൊടുത്ത് മേടിച്ച സാധനമല്ലേ, ഒട്ടും പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ചുരണ്ടുക. ഷുഗറുള്ള ആൾക്കാർ ഇങ്ങോട്ട് നോക്കുകയേ വേണ്ട, ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാര തന്നെ അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നേരത്തെ നമ്മൾ ചേർത്ത പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഇല്ലയെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ആരും വിഷമിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും പാല് ചേർത്താൽ മതി. ഇതൊന്നും ചേർക്കണമെന്ന് നിർബന്ധമില്ല. ആ പാൽപ്പൊടിയുടെ ഒരു എക്സ്ട്രാ ഫ്ലേവർ ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമാണ്, അതുകൊണ്ട് മാത്രം ഞാൻ പാൽപ്പൊടി ചേർത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുക്കുന്നതെങ്കിൽ അതിനും ഈ ഒരു സെയിം ഫ്ലേവർ തന്നെ കിട്ടും. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കാട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പാല് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മളെന്തായാലും പാൽപ്പൊടി ഇട്ട് പോയില്ലേ, ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വളരെ സാഹസികപരമായിട്ട് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തിളപ്പിച്ച പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പച്ചപ്പാലാണ് ഒഴിച്ചത് കേട്ടോ. ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലാതെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നാലും ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചതേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് പാലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ മിൽക്ക് സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. വേറെ സിമ്പിളല്ലേ, അധികം നേരം പോലും എടുത്തില്ല, വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. വീട്ടിലൊക്കെ ഗസ്റ്റ് വരുവാണെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ 2 വാട്ടർമെലനൊക്കെ കട്ട് ചെയ്ത് ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് 2 ഗ്ലാസ്സിലായിട്ട് അതൊന്ന് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.